ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫിൻടെക്കിൻ്റെ 1.3 സെക്ഷനായിട്ടുള്ള ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഫിൻടെക് ഓൺടർപ്രണർഷിപ്പ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സെക്ഷനായിട്ടുള്ള AI കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് റോബോ അഡ്വൈസേഴ്സ്. എന്ത് ഈ റോബോ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്? ട്രഡീഷണൽ മെത്തേഡിൽ ഫിനാൻഷ്യൽ ടെക്നോളജി അല്ലെങ്കിൽ ഫിൻടെക് എന്ന് പറയുന്നത് നിലനിൽക്കുന്നതിന് മുമ്പ് ഫിനാൻഷ്യൽ സർവീസസിന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം എനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ എനിക്കിത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ മെജോറിറ്റി ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനകത്തോ റിലേറ്റീവ്സിനകത്തോ ആരെങ്കിലും ഈ ഫിനാൻഷ്യൽ സെക്ടറിൽ അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് പോലുള്ള സെക്ടേഴ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്യേണ്ടത്. പിന്നെ എന്താ ഞാൻ ചെയ്യുക? അവരോട് ചോദിക്കും ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിൻ്റെ നമ്മളോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു അഡ്വൈസിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ ഡേറ്റയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി അയാളുടെ നോളജിൽ നിന്നാണ് നമുക്ക് നോളജ് പകരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നിന്നാണ് ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് സിസ്റ്റം, അതായത് റോബോ അഡ്വൈസിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ റോബോ അഡ്വൈസസ് എന്ന് പറയുന്നത്? നമ്മൾ പണ്ട് പോയി സഹോദരങ്ങളോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ഒക്കെ ചോദിച്ചിരുന്ന അഡ്വൈസസ് ഡേറ്റയുടെ ബലത്തിൽ റോബോട്ട്സ് നൽകുന്നു, അതായത് ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഇതിനെയാണ് റോബോ അഡ്വൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. റോബോ അഡ്വൈസേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും, കാരണം കംപ്ലീറ്റ്ലി ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് തരുന്നത്. ഡേറ്റ കാണിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു അഡ്വൈസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഭയങ്കര കുറവായിരിക്കും, അൽഗോറിതം ബേസ്ഡ് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ, ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൃത്യമായിട്ടുള്ളത് ഡേറ്റ റിലേറ്റഡ് ആയിട്ട് കിട്ടും. ഇതാണ് റോബോ അഡ്വൈസ് എന്ന് പറയുന്നത്. ഈ റോബോ അഡ്വൈസ് ഫിനാൻഷ്യൽ ടെക്നോളജിന് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. റോബോ അഡ്വൈസർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് അൽഗോറിതം ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇതെന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? യൂസേഴ്സിനോട് അയാളുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ചും റിസ്കിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷനും ഓൾറെഡി ഡേറ്റ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു പൂളിനകത്തു നിന്നുള്ള ഇൻഫോർമേഷനും മേർജ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. പിന്നെ റോബോട്ട്സ് എന്ന് പറയുന്നത് റോബോ അഡ്വൈസർ ആയതുകൊണ്ട് ഇത് 24/7 വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് പോയി ചോദിക്കുവാണെങ്കിൽ ആൾ അവൈലബിൾ ആയിരിക്കുന്ന ടൈമിലേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, നമുക്ക് 24/7 ആക്സസിബിൾ ആണ്. ഹൗ റോബോ അഡ്വൈസേഴ്സ് വർക്ക്. റോബോ അഡ്വൈസേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കസ്റ്റമർ ഓൺ ബോർഡിങ്. എന്താ കസ്റ്റമർ ഓൺ ബോർഡിങ് എന്ന് പറയുന്നത്? കസ്റ്റമറിന് ഒരു ഡിജിറ്റലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് കൊടുക്കും. എന്നിട്ട് അയാളെക്കുറിച്ചിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ അറിയാൻ, അയാളുടെ ഇൻകം എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, പിന്നെ എന്താ അയാളുടെ റിസ്ക് ടോളറൻസ് ലെവല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനയർ വഴിയും അതുപോലെ തന്നെ ഡയറക്റ്റ് അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷനിൽ നിന്നും കളക്ട് ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ അയാൾ റിസ്കിൻ്റെ കാര്യമൊന്നും അയാൾ ഡയറക്റ്റ്ലി പറഞ്ഞിരുന്നു വരില്ല, ഡയറക്റ്റ്ലി ചോദിച്ചാലും ആ ചോദിച്ചതിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത് എന്താ ചെയ്യുന്നത്, അയാളുടെ റിസ്ക് ടോളറൻസ് ലെവൽ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഡേറ്റ കളക്ട് ചെയ്യലാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ ഗോൾസൊക്കെ മനസ്സിലാക്കിയെടുക്കും കസ്റ്റമർ ഓൺ ബോർഡിങ് വഴി. അതായത് അയാൾ എന്ത് പ്രോസസ്സാണ് ആഗ്രഹിക്കുന്നത്, അയാൾ വീട് വെക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അയാൾ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എഡ്യൂക്കേഷന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാളുടെ ഫിനാൻഷ്യൽ ഗോൾസ് മനസ്സിലാക്കിയെടുക്കും. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ മനസ്സിലാക്കിയെടുക്കും, അയാളുടെ റിസ്ക് ടോളറൻസ് ലെവൽ മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കസ്റ്റമറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് കസ്റ്റമർ വഴി തന്നെ എടുക്കുന്നതിനാണ് കസ്റ്റമർ ഓൺ ബോർഡിങ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് അൽഗോറിതമിക് പോർട്ട്ഫോളിയോ ഡിസൈൻ. എന്താ അൽഗോറിതമിക് പോർട്ട്ഫോളിയോ ഡിസൈൻ എന്ന് പറയുന്നത്? അൽഗോറിതം ഇയാൾ കൊടുത്ത ഇൻഫോർമേഷനിൽ നിന്നും അയാൾക്ക് പറ്റുന്ന ഒരു സെറ്റ് ഓഫ് അസറ്റ്സ്, അതായത് നമ്മുടെ
ഇക്വിറ്റി ആയിക്കോട്ടെ, ഡെപ്റ്റ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോഗ്രാമിൻ്റെ റൂൾസ് അനുസരിച്ച് ആ ഒരു പാക്കേജുകൾ സെലക്ട് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ് സെക്കൻഡ് വൺ, അൽഗോരിതമിക് പോർട്ട്ഫോളിയോ ഡിസൈൻ ആണ്. തേർഡ് സ്റ്റെപ്പ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ആൻഡ് റീബാലൻസിങ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിലും പോലും ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമറുമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യും റോബോട്ട് ബൈസസ്. അതുപോലെ മാർക്കറ്റ് കണ്ടീഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുവാണ് പോർട്ട്ഫോളിയോ. കസ്റ്റമറിന് ഏതൊക്കെയാണ് അസറ്റ് ബൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ അസറ്റിനകത്ത് എന്തൊക്കെ അയാളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് എന്ത് മാത്രമാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അയാളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർത്ത് വൺ പീരിയോഡിക് റിപ്പോർട്ടിങ്. യൂസേഴ്സിന് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം ഓരോ ടൈമിലെയും അസസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു പരീക്ഷ എഴുതി നമ്മളുടെ വിലയിരുത്തുകയല്ലേ നമ്മളുടെ ലെവൽ എത്രയാണ്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടവും കഴിയുമ്പം ഇത്രയും കാലത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അസറ്റിൻ്റെ, അയാൾക്ക് എന്തുമാത്രം അയാളുടെ അസറ്റും കൊണ്ട് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പീരിയോഡിക്കലായി റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് കസ്റ്റമറിന് ഇൻഫർമേഷൻ കൊടുക്കും, റീഅലോക്കേറ്റ് ചെയ്യണോ, എവിടെയാണ് റീഅലോക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ. ടെക്നോളജീസ് ബിഹൈൻഡ് റോബോ അഡ്വൈസേഴ്സ് ഏതൊക്കെ ടെക്നോളജിയുടെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിൻടെക്കിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് ടെക്നോളജീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിന്ന് റോബോ അഡ്വൈസേഴ്സ് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള 4 ടെക്നോളജീസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ അനാലിറ്റിക്സും, API ആൻഡ് സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ്വേസും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇവിടുത്തെ യൂസേജ് കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ്. മെഷീൻ ലേണിംഗ് ഇവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കസ്റ്റമറിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കണം, അയാളുടെ ബിഹേവിയേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്. ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡുകളൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് വേണം അയാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ട്രെൻഡ് മനസ്സിലാക്കാനാണ് ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ API സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, ഇതെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനും കസ്റ്റമറിന് ഇൻഫർമേഷൻ കൊടുക്കാനുമാണ്. അപ്പം API എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ്. ഇപ്പം 2 സോഫ്റ്റ്വെയർസ് തമ്മിൽ അല്ലെങ്കിൽ 2 സെർവേഴ്സ് തമ്മിൽ ഒരു ബ്രിഡ്ജായിട്ട് അതിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഡേറ്റ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ് API എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ടെക്നോളജി റോബോ അഡ്വൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് റോബോ അഡ്വൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് ലോ കോസ്റ്റ് ആണ്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും അല്ല, ഒരു പ്രൊഫഷണലെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, നമുക്ക് വലിയ തുകയൊക്കെ കൊടുത്തിട്ട് വേണം അയാളുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോ കോസ്റ്റ് ആയിരിക്കും, ചിലതൊക്കെ ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് റോബോ അഡ്വൈസേഴ്സിനുണ്ട്. സെക്കൻഡ് ബെനിഫിറ്റ് ഈസ് ഓഫ് യൂസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് വൺ ആക്സസിബിലിറ്റി. ഇപ്പം 500, 1000 ഈ ഒരു എമൗണ്ട് ലിമിറ്റിനകത്ത് ഉള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എമൗണ്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, സോ എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡേറ്റ അറിയാൻ വേണ്ടി വലിയ തുക കൊടുത്തിട്ട് ഒരാളെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള എനിക്ക് പോലും ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റോബോ അഡ്വൈസേഴ്സ് സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇത് ആക്സസിബിലിറ്റി കൂടുതലാണ്. പിന്നെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇത് ഇമോഷണൽ ബയസ് ഒന്നും ഇല്ലാതെ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി ഉണ്ടാവും. അതായത് ഇത്രയും ആലോചിച്ച് നോക്കിയാൽ മതി, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേറ്റ ഡ്രിവൻ ആയിട്ടുള്ള അഡ്വൈസേഴ്സാണ് ഇത് തരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പോയി ചോദിക്കുകയാണ്, ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിട്ടേൺസ് കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആളുടെ മാത്രം എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും എനിക്ക് തരുന്നത്. പക്ഷെ ഒരു
റോബോ അഡ്വൈസർ ആകുമ്പം ഇത്രയും ആൾക്കാരുടെ ഡേറ്റയിൽ നിന്നും മാർക്കറ്റ് ട്രെൻഡ്സിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളൊരു അഡ്വൈസാണ് തരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ ഡേറ്റ ഡ്രിവൻ മോഡലാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാൻ പറ്റുന്നത് ഡേറ്റയുടെ ബലം ഉള്ളതുകൊണ്ട്, എംപിരിക്കൽ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് AI അല്ലെങ്കിൽ റോബോ അഡ്വൈസറിൻ്റെ സൊല്യൂഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും ഇതിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമോഷണൽ ബയസ് ഉണ്ടാവില്ല. 5th വൺ, ട്രാൻസ്പെറൻസി. എന്താ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് റിയൽ ടൈമിൽ, അതായത് ഓരോ ഇടവേളയിലും ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ യൂസറിന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൃത്യമായൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. അത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ് ടൈം ഇല്ല. ഇപ്പം എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് എനിക്ക് റിയൽ ടൈമിൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇത്രയാണ് നമ്മുടെ റോബോ അഡ്വൈസസിൻ്റെ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ്? ലോ കോസ്റ്റ്, ഈസ് ഓഫ് യൂസ്, ആക്സസിബിലിറ്റി, കൺസിസ്റ്റൻസി, ട്രാൻസ്പെറൻസി. പിന്നെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന റോബോ അഡ്വൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ ഗ്രോ ആണ്. ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെ റെക്കമെൻഡേഷൻസും SIPയുടെ റെക്കമെൻഡേഷൻസും ഒക്കെയാണ് തരുന്നത്. പിന്നെ ഇൻറ്റ് മണി എന്ന് പറയുന്നത് പല അസറ്റ് ക്ലാസ്സസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസറിയാണ് തരുന്നത്. പിന്നെ ET മണി എന്ന് പറയുന്നത് ടാക്സ് സേവിങ്ങും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനും അസിസ്റ്റൻസ് ആണ് തരുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ലോങ് ടേം വെൽത്ത് ക്രിയേഷനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റോബോ അഡ്വൈസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇനി ഈ റോബോ അഡ്വൈസേഴ്സ് യൂസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ ഈ ലിമിറ്റേഷൻസ്? ഈവൻ ദോ എല്ലാവർക്കും ഒരുപോലെ ടെക്നോളജി ആക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. എന്താ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സ്, അതായത് എസ്റ്റേറ്റ് പ്ലാനിങ്, ടാക്സ് ഒപ്റ്റിമൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. സെക്കൻഡ് വൺ, ലിമിറ്റഡ് സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മ്യൂച്വൽ ഫണ്ടിനെയും ETF-നെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മറ്റ് അസറ്റ് മാനേജ്മെൻറ്റിനെയോ വെൽത്ത് മാനേജ്മെൻറ്റിനെയോ ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. തേർഡ് വൺ, ഡിപ്പെൻഡൻസ് ഓൺ യൂസർ ഇൻപുട്ട്. യൂസർ എന്താണോ കൊടുക്കുന്നത് അതിൽ നിന്നുള്ള ഡേറ്റയാണ് കിട്ടുന്നത്. യൂസറിന് കൃത്യമായ അയാളെക്കുറിച്ചിട്ടുള്ള അയാളുടെ ഗോൾസിനെ കുറിച്ചിട്ടൊരു ഐഡിയ കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഇത് പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്.